നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിലും മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലും വ്യാപക ക്രമക്കേട് നടന്നതായുള്ള ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തെ പിന്തുണച്ച് കോൺഗ്രസ് എംപി ശശി തരൂർ. തെരഞ്ഞെടുപ്പ് ക്രമക്കേടിനായി BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഗൂഢാലോചന നടത്തുന്നതിന്റെ തെളിവുകളുണ്ടെന്നാരോപിച്ച് വ്യാഴാഴ്ച മാധ്യമങ്ങൾക്ക് മുമ്പിൽ രാഹുൽ കണക്കുകൾ നിരത്തിയിരുന്നു. രാഹുലിന്റെ ആരോപണങ്ങൾ ഗുരുതരമാണെന്നും എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും രാജ്യത്തെ വോട്ടർമാരുടെയും താൽപര്യമനുസരിച്ച് ഗൗരവമായി കണക്കിലെടുക്കണമെന്നും തരൂർ പറഞ്ഞു. കഴിവില്ലായ്മയും അശ്രദ്ധയും മൂലമോ മോശമായതും കരുതിക്കൂട്ടിയുള്ളതുമായ അനാവശ്യ ഇടപെടലിലൂടെയോ തകർക്കാനാവുന്നതല്ല ഇന്ത്യയുടെ മൂല്യമേറിയ ജനാധിപത്യത്തിന്റെ വിശ്വാസ്യതയെന്നും തരൂർ എക്സ് പോസ്റ്റിൽ കുറിച്ചു. തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകളെ കുറിച്ചുള്ള രാഹുലിന്റെ വാർത്താ സമ്മേളനത്തിന്റെ കോൺഗ്രസ് പങ്കുവച്ച വീഡിയോ പോസ്റ്റ് റീപോസ്റ്റ് ചെയ്തുകൊണ്ടാണ് തരൂർ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും അനുകൂലിച്ചുകൊണ്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളിലൂടെ കോൺഗ്രസിന് അപ്രിയനായി മാറിയിരുന്ന തരൂരിന്റെ പുതിയ നിലപാട് ശ്രദ്ധേയമായിരിക്കുകയാണ്. രാഹുലിനെ പിന്തുണച്ചുള്ള പുതിയ നിലപാട് തരൂരിനോടുള്ള പാർട്ടിയുടെ നീരസത്തിൽ അല്പം മാറ്റമുണ്ടായേക്കുമെന്ന് കരുതപ്പെടുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 32,707 വോട്ടിന് തോറ്റ ബംഗളൂരു സെൻട്രലിലെ മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിൽ മാത്രം 1 ലക്ഷത്തിലധികം വ്യാജ വോട്ടുകൾ, ഒരേ വിലാസത്തിൽ കൂട്ടത്തോടെ വോട്ടർമാർ, വീട്ടു നമ്പർ 0 തുടങ്ങി തട്ടിപ്പുകൾ നടത്തി ജനാധിപത്യം അട്ടിമറിച്ചെന്നാണ് രാഹുൽ ആരോപിച്ചത്. രാജ്യമെങ്ങും സമാന രീതിയിലുള്ള തട്ടിപ്പ് നടന്നതായും രാഹുൽ വെളിപ്പെടുത്തി. ഇതിന്റെ തെളിവുകൾ നശിപ്പിക്കുന്ന തിരക്കിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെന്നും നീതിന്യായ സംവിധാനം ഇടപെടണമെന്നും ആവശ്യപ്പെട്ടു. ഇത് തന്റെ പരസ്യമായ സത്യവാങ്മൂലമാണെന്നും ഈ മോഷണത്തിന്റെ വിവരങ്ങൾ ജനങ്ങൾക്ക് നൽകിയില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതം അനുഭവിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രാഹുൽ വെല്ലുവിളിച്ചു. രാഹുലിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ ഉന്നയിച്ച കാര്യങ്ങൾക്ക് തെളിവ് ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് കർണാടക, മഹാരാഷ്ട്ര, ഹരിയാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ രാഹുലിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ കരുതിക്കൂട്ടിയുള്ള തെറ്റിദ്ധരിപ്പിക്കലാണെന്ന് BJP പ്രതികരിച്ചു. രാഹുൽ ഗാന്ധി അങ്ങേയറ്റം നിരുത്തരവാദപരവും നാണമില്ലാത്തതുമായ പരാമർശങ്ങളാണ് നടത്തിയിരിക്കുന്നതെന്ന് മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ രവിശങ്കർ പ്രസാദ് കുറ്റപ്പെടുത്തി. ജനങ്ങളുടെ വിവേകപൂർണമായ തീരുമാനത്തെ രാഹുൽ ഗാന്ധി അപഹസിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു.